അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ബിദ്അത്ത് എന്ന് പറയുന്ന മറ്റൊരു കാര്യവും ഉണ്ട്. സുന്നത്ത് എന്ന് പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്ത് ഒക്കെ കാണിച്ചു തന്ന മാർഗങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്, ചര്യ എന്ന് പറയും. മൻ തമസ്സക ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ അള്ളു അലൈഹ ബിൻ നവാജിദ് എന്ന് ഫതമസ്സകൂ ബിഹാ വ അള്ളു അലൈഹ ബിൻ നവാജിദ്. നിങ്ങൾ അത് കൊണ്ട് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് വളരെ ശക്തമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും സുന്നത്ത് നമ്മൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്ത് അറിയപ്പെട്ട ഒരു സുന്നത്ത് പിന്നെ അത് ജനങ്ങളിൽ കാണുന്നില്ല. പക്ഷേ രേഖാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ട് എങ്കിൽ ആ നഷ്ടപ്പെട്ട സുന്നത്ത് ജീവിപ്പിക്കുക എന്നത് ഒരു മുഅ്മിൻ്റെ മേൽ ബാധ്യതയാണ്, അത് നല്ല കാര്യവുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത ഒരു ബിദ്അത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ അതിന് തെളിവില്ലാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ ഒത്തുവന്നതെല്ലാം അത് ബിദ്അത്ത് പിന്നെ അത് സുന്നത്താണ്. അതോടുകൂടെ അത് ബിദ്അത്ത് ഹസനത്തുമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത കാര്യമാണെങ്കിലും ഖുർആനിനോടോ സുന്നത്തിനോടോ അനുയോജ്യമായി വന്നതാണെങ്കിൽ അത് ദീനിൽ അതിന് തെളിവുണ്ടെങ്കിൽ അത് സുന്നത്തും, ദീനിൽ അതിന് തെളിവില്ലാത്ത ഖുർആനിനോടും സുന്നത്തിനോടും എതിരായ കാര്യമാണെങ്കിൽ അത് ബിദ്അത്തും ആണ്. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അറിയപ്പെട്ട ഒരു സുന്നത്ത് പിന്നീട് അതിനെ മൻ അഹ്യാ സുന്നത്തൻ മിൻ സുന്നത്തി ഖദ് ഉമീതത്ത് ബഅദി, എൻ്റെ ശേഷം നിർജീവമാക്കപ്പെട്ട ഒരു സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഫൈന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ. ആ ജീവിപ്പിച്ച ആൾക്ക് ആ സുന്നത്ത് കൊണ്ട് ആരെല്ലാം പിന്നീട് അമൽ ചെയ്യുന്നുണ്ടോ അവർക്ക് ലഭ്യമാകുന്ന അതേ സമാനമായ പ്രതിഫലം ഇവർക്കും ഈ വ്യക്തിക്കും ലഭ്യമാകുന്നുണ്ട്. എന്നാലോ ഈ വ്യക്തിക്ക് ആ പ്രതിഫലങ്ങൾ കൊടുക്കുന്നു എന്ന കാരണത്താൽ ആ അമൽ ചെയ്ത വ്യക്തിക്ക്, അതനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിക്ക് ഒരിക്കലും തന്നെ അവരുടെ കൂലി ഒരിക്കലും തന്നെ ചുരുങ്ങുന്നതല്ല. ആ രൂപത്തിൽ തന്നെ ഇത് അറിയിച്ചു കൊടുത്ത ആൾക്ക്, ഇത് ജീവിപ്പിച്ച ആൾക്ക് അതിൻ്റെ കൂലി നൽകപ്പെടുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പിന്നീട് പറഞ്ഞു, വമനിബ്തദ ബിദ്അത്തൻ ദലാലത്തൻ ലാ യർലാഹു അല്ലാഹു വറസൂലു, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത ബിദ്അത്തിൻ്റെ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ദലാലത്തൻ, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ബിദ്അത്ത്. ഇപ്പം ബിദ്അത്ത് തന്നെ രണ്ട് ഐറ്റമുണ്ട്. പിന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ബിദ്അത്തുണ്ട്, ദുർമാർഗത്തിലേക്ക് നയിക്കുന്ന ബിദ്അത്തുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുള്ള ബിദ്അത്താണെങ്കിൽ അത് നന്മയിലേക്ക് നയിക്കുന്ന ബിദ്അത്താണ്. പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവില്ലാത്ത ബിദ്അത്താണെങ്കിൽ അത് നരകത്തിലേക്ക് നയിക്കുന്ന ബിദ്അത്താണ്. അതാണ് അള്ളാഹു റസൂലും പൊരുത്തപ്പെടാത്ത ബിദ്അത്ത് എന്ന് വലാലത്തായ ബിദ്അത്തിനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അങ്ങനെ ഒരു ബിദ്അത്ത് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ അമില ബിഹ, ആ ബിദ്അത്ത് ആര് ശിരസാ വഹിച്ച് അത് ചെയ്യുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ലഭ്യമാകുന്ന കുറ്റത്തിൻ്റെ സമാനമായ കുറ്റം ആ ബിദ്അത്ത് ഇവിടെ ആരാണോ കൊണ്ടുവന്നത് അവർക്ക് ഉണ്ടാകുന്നതാണ്. കാരണം അവർ കൊണ്ടുവന്നത് കൊണ്ടാണ് മറ്റുള്ളവർ പിന്തുടർന്നത്. ആയതുകൊണ്ട് ലാ യൻഖുസു മിൻ ഔസാരിഹിം ഷൈആ. എന്നാലോ ഈ കർമ്മം ചെയ്യുന്ന ആളുകളുടെ കുറ്റം ഒരിക്കലും തന്നെ കുറയുകയുമില്ല. അതോടുകൂടെ തന്നെ ഈ കർമ്മം ഇവിടെ കൊണ്ടുവന്ന ആളുകൾ അവർക്ക്
ഇതിന് സമാനമായ കുറ്റങ്ങൾ നൽകപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ജനങ്ങൾ ക്ഷണിക്കേണ്ടത് നന്മയിലേക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.